വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച ഒരു ബുദ്ധിമുട്ടുള്ള പ്രയാസമേറിയ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഫാക്ടറായി അല്ലെങ്കിൽ അതിന്റെ ഒരു ഘടകമായി എന്ന് വേണം മനസ്സിലാക്കാൻ. മലബാർ കേന്ദ്രീകരിച്ച് മുസ്ലിം വോട്ടുകളിൽ കണ്ണുവെക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അതിന്റെ വാർത്ത എന്ന് പറയുന്നത് സമസ്തകളെയും അതുപോലെ തന്നെ കാന്തപുരം വിഭാഗത്തെയും ചേർത്ത് നിർത്താനുള്ള തത്രപ്പാടിലാണ് CPM. അപ്പോൾ ഇത് എത്രത്തോളം വിജയം കാണും, അഥവാ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാന്തപുരം വിഭാഗമോ സമസ്തയോ എത്രത്തോളം CPM-ന് അനുകൂലമായി നിൽക്കും എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഇതിൽ മേഘ നമുക്ക് മനസ്സിലാക്കാനുള്ളത് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അവർ കാലാകാലങ്ങളിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയം അവർ മെനഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കഴിഞ്ഞ ടൈമിൽ ഒരിക്കൽ കൂടെ ഭരണത്തിൽ വരുമെന്ന്, അതായത് പിന്നെ നയതന്ത്ര ബാഗേജിലെ സ്വർണ്ണക്കടത്ത് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കൽ പോലും CPM കരുതിയതല്ല അവർ ഭരണത്തിലേക്ക് വരുമെന്ന്. പക്ഷേ ന്യൂനപക്ഷ വിഭാഗം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയുള്ള ആ ഭാഗത്തുള്ള ന്യൂനപക്ഷ വിഭാഗം തങ്ങളെ CPM കരുതുന്നുണ്ട് എന്നൊരു തോന്നൽ. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് എപ്പോഴും തങ്ങളെ ഈ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട CPM ഏറ്റവും കൂടുതൽ വോട്ട് CPM-ന് കിട്ടുന്ന ഭൂരിപക്ഷത്തിൻ്റെ വോട്ടാണ്, ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ വോട്ടാണ്. അപ്പോൾ ന്യൂനപക്ഷം അങ്ങനെ ഒരു ഞങ്ങളെ കരുതുന്നുണ്ട് എന്ന് കരുതിയിട്ട് അവർ കുറച്ച് വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇവർ പോലും പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ്. ആ വോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവർ മനസ്സിലാക്കുന്നത് ഭൂരിപക്ഷത്തിലെ പിന്നെ SNDP, നായർ കമ്മ്യൂണിറ്റി ഒക്കെ പിന്നെ CPM-ൽ നിന്ന് പോകുന്നു എന്നുള്ളത്. അങ്ങനെ വന്നപ്പോൾ ഇവർക്കൊരു ഭൂരിപക്ഷ സ്നേഹം പെട്ടെന്നുണ്ടാകുന്നു. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട് മലപ്പുറം പരാമർശം വരുന്നത്. ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു ലേഖനം വരുന്നു. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഒരു ദേശാഭിമാനിയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ലേഖനം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന കാരണങ്ങളൊക്കെ, മേഘ ഒരു ജേർണലിസ്റ്റാണ്, മേഘക്കറിയാം നമുക്കൊരാളുടെ അഭിമുഖം വേണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമുക്ക് നേരിട്ട് വിളിച്ചാൽ കിട്ടാവുന്നതിലുള്ള അഭിമുഖം. ഇത് പഴയ ഒരു MLA-യുടെ മകൻ, തങ്ങളുടെ തന്നെ അറിയുന്ന ഒരു MLA-യുടെ മകൻ ചോദിച്ചതാണ്. അപ്പോൾ സാധൂകരണങ്ങളൊക്കെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലായിരുന്നു ആരുടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അപ്പോൾ ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ തള്ളിക്കൊണ്ട്, പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറയുന്ന ഒരു ദേശത്തെ, ഇദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ച ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇവർ ചെയ്തു വെച്ച പല കാര്യങ്ങളും അവർക്ക് ഇപ്പം ബൂമറങ് ആവും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ CPM ഭയക്കുന്നുണ്ട്. അതെ, അതിന്റെ ആദ്യ പടിയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. എല്ലാ കാലത്തും CPM-നൊപ്പം നിൽക്കുക എന്നുള്ളത് കാന്തപുരം വിഭാഗം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും അവർക്കൊപ്പം തന്നെയാണ് നിന്നിരുന്നത്. അപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അയ്യപ്പ സംഗമം നടത്തുന്നു, അതുപോലുള്ള ഒരു ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകൃതമായുള്ള പ്രചാരണ പരിപാടികൾ, മറ്റ് പരിപാടികളൊക്കെ നടത്തുന്നു. അപ്പോൾ അവരെല്ലാം തന്നെ ഈ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകളെ പറ്റി ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. അത് ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ പ്രതിഫലിച്ചിരുന്നു. UDF-നൊപ്പമായിരുന്നു കാന്തപുരം വിഭാഗം പോലും ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ ഈ പറഞ്ഞ ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതിൽ നിന്ന് മാറി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇവർക്ക് ഇപ്പോൾ ഒരു പാഠപുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു വീഴ്ച സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പറഞ്ഞ മലബാർ കേന്ദ്രീകരിച്ചുള്ള ന്യൂനപക്ഷ വോട്ടുകൾ നോക്കുന്നത്. അല്ല, ഇത് ഇവർക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു സ്നേഹം ഉണ്ടായാലൊന്നും വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ AK ബാലൻ എന്ന് പറയുന്ന അവരുടെ പാർട്ടിയിൽ ഇപ്പോൾ വിശ്രമം അനുഭവിച്ചിരിക്കുന്ന 70 വയസ്സിന് ശേഷം നിങ്ങളൊന്നും പണിയെടുക്കേണ്ട, പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ ജോലിയാണ്, പാർട്ടി എന്ന് പറയുന്ന ഒരു ജോലിയാണല്ലോ, ഈ ജോലി ഇനി നിങ്ങൾ എടുക്കണ്ട എന്ന് പറയുമ്പോൾ AK ബാലൻ ജമാഅത്തായിരിക്കും ഇനിയിപ്പോൾ UDF വന്നാൽ പിന്നെ പോലീസ് വകുപ്പ് ആഭ്യന്തരം ഭരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഈ പിടിവിട്ട ആൾക്കാർ, അതായത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്തും വിളിച്ചു പറയുന്ന ഒരു സ്റ്റൈൽ വരും. എന്നുവെച്ചാൽ തങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല, എത്ര ചാടിയാലും ഇപ്പോൾ ഒരിടത്ത് തൊടാനുണ്ടെങ്കിൽ ചാടിയിട്ട് എത്തുന്നില്ല. അപ്പോൾ ചാടിയിട്ട് എത്താത്ത രീതിയിൽ ഇവരെ സംബന്ധിച്ച് തൊടാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അത്രയ്ക്ക് ഇവർ അകന്നു കഴിഞ്ഞു. ഏത് മുസ്ലിം സമുദായം അകന്നു കഴിഞ്ഞു എന്നുള്ള ഒരു പേടി കൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാവ് തന്നെയാണ് ഈ പറയുന്ന AK ബാലൻ എന്ന് പറയുന്നത്. പിണറായിയുടെ മനസ്സിൽ കാണുന്നത് അതേപോലെ വിളിച്ചു പറയുന്ന ഒരാളാണ്. നമ്മൾ കണ്ടല്ലോ ഈ ജമാഅത്തൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്ത് എങ്ങനെ ഭരിക്കും നമ്മൾ കണ്ടതല്ലേ. ജമാഅത്ത് ഇവരെ കൂടെ നിന്നതല്ലേ, അന്ന് ജമാഅത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ലേ. അപ്പോൾ AK ബാലനും തുടങ്ങിയിട്ട് ഇവരുടെ പാർട്ടിയിലെ ബുദ്ധി കേന്ദ്രങ്ങൾ, MV ഗോവിന്ദൻ അതിന് എന്താ പറഞ്ഞത്, മൊത്തത്തിലൊന്ന് പിന്നെ എന്താ പറയുക, ഈ മുഴുവൻ പീണിക്ക് ചോറ്റി പൊതിക്കാവുന്ന രീതിയിൽ ആ കമന്റിനെ, ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ മൊത്തത്തിൽ അത് അങ്ങനെയൊന്നും അല്ല, ജമാഅത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അപ്പൊ കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന സ്റ്റൈലിലേക്ക് പോയി. ഇപ്പൊ ബേപ്പൂർ എന്താണ്, PV അൻവർ മത്സരിക്കാൻ പോകണം. ബേപ്പൂർ എന്ന് പറയുന്നത് CPM-ന്റെ ഒരു കോട്ടയം എന്നാ പറയുന്നത്. ശരി, ആവട്ടെ, ഈ മരുമകൻ ബേപ്പൂർ കോഴിക്കോട് ഈസി ആയിട്ട് ജയിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരുവേള ഭയക്കുന്നുണ്ട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയക്കുന്നുണ്ട്, CPM ഭയക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട്
വളരെ ഈസിയായി കിട്ടിയിരുന്ന അല്ലെങ്കിൽ വളരെ ഇവരുടെ ഈ ഒരു കപടമുഖത്തെ വിശ്വസിച്ച് ഒരു കൂട്ടം ന്യൂനപക്ഷങ്ങളിട്ട വോട്ട് ഇനി കിട്ടില്ല എന്ന ആവലാതി വല്ലാതെ കണ്ട് ബേജാറാവുന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ബേജാറാവുന്നുണ്ട്. അത് സംഭവിക്കണം. അത് ചില കാര്യങ്ങൾ ചില സമയത്ത് നടക്കേണ്ടതാണ് എന്ന് കാലത്തിന്റെ ഒരു കാവ്യനീതിയുണ്ട്. അത് നടപ്പാക്കും. കാര്യം ഈ പറയുന്ന മലപ്പുറം പരാമർശം മാത്രമല്ല, മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞ പരാമർശം മാത്രമല്ല, തങ്ങളെ വിട്ടുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ പിറകെ പോകുന്നു എന്നുള്ള അയ്യപ്പനോടുള്ള കപട സ്നേഹമായിരുന്നു ഭൂരിപക്ഷങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ആകെ മൊത്തമുള്ള കപടത പൊളിച്ച് പുറത്തേക്ക് ചാടുന്നു. എന്താണ് CPM എന്ന് പറയുന്ന പാർട്ടി? കാര്യം കാണാൻ വേണ്ടി എന്തും കാണിക്കുന്ന അവസരവാദമാണ് CPMന്റെ മുഖമുദ്ര എന്ന് കേരളത്തിലെ ഈ പറയുന്ന രീതിയിൽ അവർക്ക് അറിയാത്തതുകൊണ്ടാണോ? ഇപ്പൊ JB കോശി കമ്മീഷനൊക്കെ ഇപ്പൊ എങ്ങനെയാണ് വീണ്ടും പൊടിതട്ടി എടുത്തിരിക്കുന്നത്? ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ. അപ്പോൾ ഈ പറഞ്ഞ ഭൂരിപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടും ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടിയില്ല എന്ന് മാത്രമല്ല, അതെ, ന്യൂനപക്ഷ വോട്ടുകൾ കയ്യിൽ നിന്ന് പോയി എന്ന സ്ഥിതിയുമാണ്. ഇപ്പോൾ എല്ലാ കാലത്തും ഈ പറഞ്ഞ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടന്നിട്ടുണ്ട് രാഷ്ട്രീയപരമായി. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനോട് പോലും അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാന്തപുരം വിഭാഗത്തിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ സമസ്തയ്ക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി മാത്രമാണ് CPM തങ്ങളെ സമീപിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ അവർക്കിടയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ മുസ്ലിം ലീഗിനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ കാന്തപുരത്തിനൊപ്പം നിൽക്കുക, ആർക്കൊപ്പം നിന്നു എന്ന് പറഞ്ഞാലും ഇവരെല്ലാം UDF-നോട് ഒരു ചായ്വ് കാണിക്കുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുക തന്നെ ചെയ്യുന്നുള്ളതല്ലേ? ഉറപ്പാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരം വിഭാഗമായിരുന്നാലും അവർ ലീഗുമായിട്ട് അടുത്ത് നിൽക്കില്ല. അവർ തമ്മിലുള്ള ആ ഒരു ഐക്യമില്ലായ്മയൊക്കെ മാറിയിട്ടുണ്ട്. കാര്യം മേഘ, ഇതിൽ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ, ഒരു നീണ്ട 10 വർഷം ഭരണത്തിലില്ല എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വളരെ വിഷയമാണത്. അതുകൊണ്ട് തന്നെ ലീഗ് ഏത് വിധേനയും ഭരണത്തിലേക്ക്, കാര്യം ലീഗിന് ഉള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ ഉറച്ച സീറ്റാണ്. ലീഗിന്റെ കോട്ടയിലേക്ക് CPM-ന് ആകെപ്പാടെ മലപ്പുറത്ത് എത്രയുള്ള, മലപ്പുറത്ത് ഏത് സീറ്റാണ് അവർ ജയിക്കുന്നത്? ആകെ മലപ്പുറത്ത് ഒരേ ഒരു സീറ്റ് മാത്രമാണ് CPM-നുള്ളത്. ബാക്കി എല്ലായിടവും ഈ പറയുന്ന CPM-നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആ രീതിയിൽ നിൽക്കുമ്പോൾ ഈ ന്യൂനപക്ഷ സമുദായം, പിന്നെ ക്രിസംഖി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വിഭാഗം ഇപ്പൊ ഉണ്ട്. അപ്പോൾ CPM-ന്റെ കാലാകാലങ്ങളിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള അടവ് നയം, അത് EMS-ന്റെ കാലം മുതൽ ഈ CPM നടത്തി വന്നതാണ്. വോട്ട് കിട്ടുക, എന്നിട്ട് തന്നെ അവർ പറയും പാർലമെന്ററി തലത്തിൽ സഖാക്കൾ പോകുന്നത് കൊണ്ടാണ് ഈ പാർട്ടി അങ്ങനെ ആകുന്നത് ഇങ്ങനെ ആകുന്നത് എന്നുള്ള. ഏതായാലും ഇടത് സഹയാത്രികർ, ഇടത് ബുദ്ധിജീവികൾ ഇനി ഭരണം വരരുത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, സച്ചിദാനന്ദൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് മാത്രമല്ല, അത് സച്ചിദാനന്ദൻ പറഞ്ഞു തന്നാൽ സാധാരണക്കാരൻ, ഈ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി വോട്ട് മാത്രമല്ല, പാർട്ടിയെ അനുഭാവികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അനുഭാവികൾ ഒരിക്കലും മാറില്ല. പക്ഷെ അനുഭാവികൾ ഇപ്പോൾ മാറി ചിന്തിക്കുന്ന ഒരു അവസരത്തിലേക്ക് ഇവർ തന്നെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിനെ പ്രീണിപ്പിക്കാൻ ശബരിമല അയ്യപ്പനെ തേടിപ്പോയി അത് പുലിവാലി പിടിച്ചു. പറയുന്ന രീതിയിൽ പിന്നെ മുസ്ലിങ്ങൾ ഹിജാബ് ധരിക്കുന്നത് സംബന്ധിച്ചും ഒരു ചർച്ച ഇടയ്ക്കുണ്ടായിരുന്നു. ഈ അനിൽകുമാറിനെ പോലെയൊക്കെ എന്തും ചാനലിൽ വന്നിരുന്ന് വിളിച്ചു പറയുന്ന കുറെ ജീവികളുണ്ടല്ലോ. ഇതെല്ലാം കൂടെ അത് കുറെ വെറുപ്പിച്ച മുഖ്യധാര മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വരുന്ന അനിൽകുമാർ എന്ന് പറയുന്ന കോട്ടയത്തെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോന്ന് പറയുമ്പോൾ അതൊക്കെ റെക്കോർഡഡ് ആണ്. ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ അതെല്ലാം പൊങ്ങി വരും എന്നുള്ളത് ഈ പാർട്ടിക്കകത്തുള്ളവർ ആലോചിക്കുന്നില്ല. അപ്പോൾ നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത്, വോട്ട് കിട്ടാനായി കാലാകാലങ്ങളിൽ എന്തൊക്കെ അടവ് നയങ്ങൾ അവർ കാണിച്ചിട്ടുണ്ടോ അത് ഇത്തവണ കാണിക്കാനായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതൊന്നും വിലപേശാൻ പോകുന്നില്ല. ജമാഅത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർക്കറിയാം കൃത്യമായിട്ട്. അപ്പോൾ നമുക്ക് ഈ ബേപ്പൂർ തന്നെ നമുക്കിതിൻ്റെ പ്രതിഫലനം, കാര്യം അവിടെ ഒരു CPM-ന്റെ ഭയങ്കര കോട്ട എന്നാണ് പറയുന്നത്. CPM റിയാസ് ചുമ്മാ അങ്ങ് പാട്ടുംപാടി ജയിക്കും എന്നൊക്കെയാണ് CPM ഇപ്പോൾ പറയുന്നത്. പക്ഷേ അങ്ങനൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ കോഴിക്കോട്, ഈ പറയുന്ന മുസ്ലിം വിഭാഗമുള്ള കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറത്തൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയായിരിക്കും അവരുടെ പ്രതികാരം, അവരോട് എങ്ങനെ ഈ സർക്കാർ പെരുമാറി എന്നുള്ളത്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഇനി ഒരിക്കൽ കൂടി അധികാരമില്ല എന്നുള്ളത് ഓർക്കുമ്പോൾ.